നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നീണ്ട 2.5 വർഷത്തെ കർശനമായ കോവിഡ് നിയമങ്ങൾക്കും മുൻകരുതൽ നടപടികൾക്കും ശേഷം UAE തിരിച്ചെത്തിയിരിക്കുകയാണ്. പകർച്ചവ്യാധി സമയത്ത് രാജ്യത്തെയും താമസക്കാരെയും സുരക്ഷിതമായി നിലനിർത്താൻ ഏർപ്പെടുത്തിയ എല്ലാ നിയന്ത്രണങ്ങളും നീക്കുന്നതായി UAE സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാസ്ക് ധാരണം അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇളവുകൾ പുതിയ പ്രഖ്യാപനത്തിൽ ഉൾപ്പെടുന്നതാണ്. രാജ്യത്തെ ആശുപത്രികളിലെ തീവ്രപരിചരണ വിഭാഗങ്ങളിലെ COVID-19 ബാധിത കേസുകളുടെ എണ്ണം, ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്ന കോവിഡ് രോഗികളുടെ നിരക്കും രാജ്യത്തെ കോവിഡ് വ്യാപനത്തിന്റെ തോതും ശ്രദ്ധാപൂർവം വിലയിരുത്തിയതിനു ശേഷമാണ് രണ്ടാം ഘട്ട ഇളവുകൾക്ക് അംഗീകാരം നൽകിയതെന്ന് അധികൃതർ അറിയിച്ചു. നിലവിൽ UAE പ്രതിദിന കേസുകൾ 300-ൽ താഴെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ പുതിയ തീരുമാനപ്രകാരം ആരാധനാലയങ്ങളും പള്ളികളും ഉൾപ്പെടെ തുറന്നതും അടച്ചതുമായ എല്ലായിടങ്ങളിലും മാസ്ക് ധാരണം നിർബന്ധമല്ല. എന്നാൽ വേണമെന്ന് തോന്നുന്നവർക്ക് അവ ധരിക്കാമെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ അറിയിക്കുകയുണ്ടായി. എന്നിരുന്നാലും ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭിന്നശേഷിക്കാർക്കുമായുള്ള സ്ഥാപനങ്ങളിലും മാസ്ക് ധരിക്കുന്നത് നിർബന്ധമായി തുടരും. പള്ളികളിലും പ്രാർത്ഥനാ സൗകര്യങ്ങളിലും പോകുന്നവർ പ്രാർത്ഥിക്കുന്നതിനായി വ്യക്തിഗത മാറ്റുകൾ കൊണ്ടുവരണമെന്നുള്ള നിബന്ധനയും ഒഴിവാക്കിയിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് കൊണ്ടുവരാം. ഓൺലൈനായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് മുതിർന്ന സർക്കാർ വക്താവ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കൂടാതെ പുതിയ പ്രഖ്യാപനം ഇന്ന് നവംബർ 7 തിങ്കളാഴ്ച രാവിലെ 6 മണി മുതൽ നിലവിൽ വന്നു. ഇതുവരെ കോവിഡ് ബാധിതനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനായി ഉപയോഗിച്ചിരുന്ന അൽ ഹുസ്ൻ ആപ്ലിക്കേഷൻ ഇനി മുതൽ കോവിഡ് പ്രതിരോധ വാക്സിനേഷൻ പൂർത്തിയാക്കിയോ ഇല്ലയോ എന്നതിന് തെളിവായി മാത്രം പരിമിതപ്പെടുത്തുന്നതാണ്. അതേപോലെ രാജ്യത്തിനകത്തും പുറത്തും ആവശ്യമായ സമയങ്ങളിൽ PCR നെഗറ്റീവ് റിസൾട്ട് പരിശോധനയ്ക്ക് ആപ്പ് ഉപയോഗിക്കും. പുതിയ പ്രഖ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ പൊതുയിടങ്ങളിൽ പ്രവേശിക്കുന്നതിന് അൽ ഹുസ്ൻ ആപ്പിലെ ഗ്രീൻ പാസ് ആവശ്യം വരില്ല. പ്രവേശനത്തിന് മുൻപ് ഗ്രീൻ പാസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന രീതിയും ഇന്നു മുതൽ ഇല്ലാതാവുകയും ചെയ്യും. അതേസമയം കോവിഡ് പോസിറ്റീവ് കേസുകൾക്കുള്ള 5 ദിവസത്തെ ഐസൊലേഷൻ കാലയളവ് നിബന്ധന തുടരും. ആരോഗ്യ സൗകര്യങ്ങളിലെ COVID-19 PCR പരിശോധന തുടർന്നും പ്രവർത്തിക്കുമെന്നും നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. ദേശീയ പ്രാദേശിക തലങ്ങളിൽ കായിക ഇവന്റുകളും പരിപാടികളും സംഘടിപ്പിക്കുമ്പോൾ സ്പോർട്സിന്റെ സ്വഭാവവും രീതിയും മറ്റും പരിഗണിച്ച് കോവിഡ് പരിശോധനാ സർട്ടിഫിക്കറ്റോ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റോ ആവശ്യപ്പെടാനാവുമെന്നും അധികൃതർ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെ കോവിഡ് മഹാമാരിയെ ചെറുക്കുന്നതിനുള്ള കർശനവും സുതാര്യവും പ്രൊഫഷണലിസത്തിന്റെ ഊന്നിയതുമായ നടപടികളിലൂടെ ആഗോളതലത്തിൽ കോവിഡിനെതിരെ മികച്ചതും മാതൃകാപരവുമായ പ്രതിരോധം തീർത്ത രാജ്യമായി UAE മാറിയ കാര്യം അധികൃതർ ചൂണ്ടിക്കാട്ടി. കോവിഡ് നിയന്ത്രണങ്ങളെല്ലാം എടുത്തു കളഞ്ഞെങ്കിലും പകർച്ചവ്യാധികളെ തടയുന്നതിനായി രാജ്യം നടപ്പാക്കി വരുന്ന പനിക്കും ശ്വാസകോശ സംബന്ധിയായ രോഗങ്ങൾക്കുമുള്ള ദേശീയ നിരീക്ഷണ പരിപാടിയിൽ COVID-19 കൂടി ഉൾപ്പെടുത്തിയതായും ഉദ്യോഗസ്ഥർ അറിയിച്ചു. ബാക്ടീരിയ, വൈറസ് എന്നിവ മൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ച് ശാസ്ത്രീയ ഗവേഷണവും ജനിതക പഠനങ്ങളും തുടരും. അതോടൊപ്പം ഭാവിയിലെ ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ പാകത്തിൽ ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.